വൈഷ്ണവി പറഞ്ഞ സ്ഥലം ഏതാണ്? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പോണ്ടിച്ചേരി ഗവൺമെന്റിന്റെ മാഹി പ്രീ എക്സാമിനേഷൻ സെന്ററിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് പപ്പയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഞാനും മെമ്മറി ഷോകൾ അവതരിപ്പിച്ചിരുന്നു. അതിലൊരു മെമ്മറി ഷോയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 40ഓളം കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഈ മെമ്മറി ഷോ ഞാൻ ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. മനസ്സിലേതാണോ ഉറക്കുന്നത് അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അത് 40 പേരിട്ട് എഴുതാൻ പാടുള്ളൂ. റെഡിയാണോ? അജന്ത, എല്ലോറ, ആഗ്ര ഫോർട്ട്, താജ്മഹൽ, പുരി സൂര്യ ക്ഷേത്രം, മഹാബലിപുരം, കാസിരംഗ നാഷണൽ പാർക്ക്, കേലാരിയോ നാഷണൽ പാർക്ക്, മാനസ് വന്യജീവി സങ്കേതം, ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഇൻ ഗോവ, ഗെറ്റിലാവോ, ഹംപി, ഫത്തേപൂർ സിക്രി, ഓക്കെ കിട്ടുന്നുണ്ടല്ലോ. എലിഫന്റ് കേവ്സ് മുംബൈയിലുള്ള, ചോള മോണുമെന്റ്, ഓക്കെ പട്ടടക്കൽ, ഇനി സുന്ദർബൻസ്, നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ്, ഓക്കെ നെക്സ്റ്റ് മഹാബോധി, ഹുമയൂണിന്റെ ശവകുടീരം. 20 ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി രാമപ്പ ക്ഷേത്രം ആൻഡ് ലാസ്റ്റ് ദോളതീരം. 40 കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ മനസ്സിലെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എഴുതിയെടുക്കാം. ഒരു സ്ഥലം ആരുടെ നോക്കി എഴുതാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ഏതാണോ അതായിരിക്കണം. താഴ്മ എഴുതിയവരും നടന്ന എഴുതിയവരും വേണ്ട. വേറെ എന്തെങ്കിലും എഴുതിയ ആൾക്കാര് 2 പേര് ഇങ്ങോട്ടേക്ക് കയറി വരിക. ഓക്കെ നമുക്കറിയാമോ ആഴ്ച ഇങ്ങോട്ടേക്ക് വിളിക്കാം. നല്ല ക്ലാപ്പ് കൊടുത്ത എല്ലാവരും ഇവിടെ ഇരുന്നോളൂ. ഞാൻ മൈക്ക് വരുന്നത് അവിടെ നിന്നോളൂ കേട്ടോ. ഇങ്ങോട്ടേക്ക് നോക്കരുത്. ഓക്കെ ഒരാൾ പേരെന്തെങ്കിലോ വൈഷ്ണവി. ഓക്കെ ഇവര് 2 പേരും തന്നിരിക്കുന്ന 2 സ്ഥലങ്ങൾ കാണുന്നുണ്ടോ? ക്യാമറ കണ്ടോ? വായിച്ചിരുന്നാലോ കാണുന്നുണ്ടോ? എല്ലാം നമുക്ക് ഓക്കെ എന്ത് നമുക്ക് വളരെ ഈസിയാണ്. എന്തും ഈസിയാണ്. ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര ടഫുള്ള വിഷയങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ സെക്കൻഡുകളെ വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരിക മാത്രമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഞാൻ മൈക്ക് ആഴ്ച നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ 2 പേര് വൈഷ്ണവി മാളവിക 2 സംഭവങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അയച്ചത് ഓക്കെ ആണോ?
സ്ഥലം ഏതാ? ഹംപി. റെഡിയാണോ? റെഡിയാണോ? മാളവിക ഏത് സ്ഥലമാണ് പറഞ്ഞത്? പഠനം എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. അത് മാജിക് പോലെ നമ്മൾ ചെയ്താല് ഇതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു സംഭവം. മാജിക് ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമല്ല മാജിക് എന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്നതിലെ ഒരുപാട് തട്ടിപ്പുകളാണ് കാണുമ്പോൾ. പക്ഷെ നമുക്കൊരു കാര്യമില്ലേ, മെന്റലിസം നമുക്ക് കാണുന്ന കാര്യമാണ്. അതുപോലെ പഠനത്തെ നമുക്ക് അറിയാൻ പറ്റുന്ന എത്ര ഈസി ആയിരിക്കും കാര്യങ്ങൾ. പഠിക്കുകയും ചെയ്യാം, രസിക്കുകയും ചെയ്യാം. അതാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ മെന്റലിസത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാതെ മക്കൾ വലുതായ സംഭവമാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. ഈ ശരി സംഭവം എന്നാലും ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് എവിടെങ്കിലും പോവാൻ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവാൻ ആഗ്രഹമുണ്ട്. മകളേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവാൻ കൊണ്ടെങ്കിൽ ചെവി പറയാൻ ഏതിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു രാജ്യം, ഏത് രാജ്യം പോകാൻ ഏതെങ്കിലും രാജ്യമായിരിക്കണേ. ഉഗാണ്ടയിൽ പോകാൻ ആഗ്രഹിച്ചല്ലോ, ആണോ? അല്ലെങ്കിൽ എനിക്ക് പോകാൻ ചെവി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുള്ളൂ. എനിക്ക് പറഞ്ഞോ അതിന്റെ രാജ്യം പറയാൻ പറയുന്നത് ഉറപ്പല്ലേ? മറ്റുണ്ടോ? ഓ രാജ്യം പറഞ്ഞിട്ടുണ്ട്. രാജ്യം ഓക്കെ ആണെങ്കിൽ അയാൾ കൈയ്യപ്പോൾ കഴിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട. അതൊന്നും അറിയില്ല, എന്നാലും നോക്കാം. മോളെ മോളെ ഏത് രാജ്യമാണ് മാളവിക പറഞ്ഞിരിക്കുന്നത്? പറ്റിയ പറഞ്ഞത് എത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഇതിനേക്കാൾ വലിയ തെളിവുകൾ വേണ്ടല്ലോ. പഠിക്കാൻ പറ്റുന്നത് എന്ത് പഠിക്കാൻ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് നല്ല കയ്യടി, ആയിഷാക്ക് 2 കയ്യടി.